ഹായ്, ഞാൻ പ്രതാപൻ. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ദയവായി ആ വീഡിയോ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു എക്സലിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എക്സലിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എക്സലിലൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ഓഫീസിലും വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് MS എക്സൽ. അതിൻ്റെ തുടർന്ന് വരുന്ന പ്രധാന യൂസുകൾ, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് സഹായിക്കുന്ന കമാൻഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സലിൻ്റെ ഉപയോഗങ്ങളിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്ന് പെർഫോമിംഗ് കാൽക്കുലേഷൻസ് ആണ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നിരവധി ഫോർമുലകൾ എഴുതി തയ്യാറാക്കി MS എക്സലിനകത്ത് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന വാല്യൂസുകൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻസ് വളരെ അനായാസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് MS എക്സൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ. അപ്പം പെർഫോമിംഗ് കാൽക്കുലേഷനാണ് MS എക്സലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരു ഡേറ്റ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനാണ്. കൂടുതൽ ഡേറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരികയും അതിനെ അനലൈസ് ചെയ്ത് നമ്മൾക്ക് തയ്യാറാക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു കമാൻഡ് അവൈലബിൾ ആണ്. പിവോട്ട് ടേബിളാണ്. അതിനെക്കുറിച്ച് തുടർന്നുള്ള വരും വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. റിപ്പോർട്ടിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു യൂസ് നമുക്ക് MS എക്സലിനകത്ത് ചെയ്യാൻ കഴിയുന്നു. അത് ചാർട്ടുകളും മറ്റുള്ളതും വെച്ചിട്ട് ബിസിനസ്സിനെ അനലൈസ് ചെയ്യാനും അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ നമുക്ക് തയ്യാറാക്കാനും കഴിയും. അക്കൗണ്ടിങ് ആൻഡ് ബജറ്റിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് പോലെയുള്ള കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് അനായാസമായിട്ട് നമ്മൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് നിരവധി ടെംപ്ലേറ്റുകൾ നമ്മൾക്കിവിടെ ലഭ്യമാണ്. അത് ഗ്രാഫിൻ്റെയും മറ്റുള്ളതിൻ്റെയും സഹായത്തിലൂടെ ഒരു വിഷ്വലൈസ് രൂപത്തിൽ നമ്മൾക്ക് ക്രമീകരിക്കാനും പറ്റുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ കളക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഡേറ്റ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റകൾ നമ്മൾക്ക് റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാക്കപ്പ് ടൂളിനെ നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒറാക്കിൾ പോലെയുള്ളതോ അല്ലെങ്കിൽ MS എക്സസ് പോലെയുള്ള ഡേറ്റാബേസ് പ്രോഗ്രാമുകളെ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാം. MS എക്സൽ ഒരു ഫ്രണ്ട് എൻഡ് ടൂളായിട്ടും നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ റെക്കോർഡിക്കലായിട്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാക്ക് എൻഡ് ടൂളായിട്ടും RDBMS പോലെയുള്ള വളരെ ശക്തമായ പ്രോഗ്രാമുകൾ നമുക്ക് MS എക്സലിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റിമൈൻഡറുകളും ഷെഡ്യൂളുകളും അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കലണ്ടറുകൾ പോലെയുള്ളവയും നമുക്ക് MS എക്സലിനകത്ത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ മറ്റൊരു ഉപയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ ഡ്യൂട്ടീസ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരു ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ഡ്യൂട്ടീസുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് MS എക്സലിൻ്റെ സഹായത്തിൽ തയ്യാറാക്കാം. ഇൻവോയ്സുകൾ മേക്ക് ചെയ്യുക, അതേപോലെ തന്നെ LPOകൾ, അതുപോലെ തന്നെ കൊട്ടേഷനുകൾ, അതുപോലെ തന്നെ ഓർഡർ ഫോമുകൾ, ഇങ്ങനെയൊക്കെയുള്ളവയൊക്കെ നമുക്ക് വളരെ അനായാസം തയ്യാറാക്കാൻ MS എക്സൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷൻസുകൾ വെച്ചിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി സഹായിക്കുന്ന നിരവധി കമാൻഡുകൾ വാട്ട് ഇഫ് അനലൈസിങ് എന്ന് പറയുന്ന ഒരു കമാൻഡിലൂടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനകത്ത് തന്നെ നിരവധി കമാൻഡുകൾ ലഭ്യമാണ്. അതെല്ലാം വരും വീഡിയോകളിൽ നിങ്ങൾക്ക് വീഡിയോകളിൽ കാണാൻ കഴിയുന്നതാണ്. അതിനാൽ ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചില റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്യേണ്ട ചില ടാസ്കുകൾ, ചില കാൽക്കുലേഷൻസുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമിക്കലായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ സഹായിക്കപ്പെടുന്ന ഒരു കൂട്ടം കമാൻഡുകളും MS എക്സലിനകത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൈക്രോസുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് റിപ്പീറ്റേഷനായിട്ടുള്ളതോ അല്ലെങ്കിൽ ചില ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന കമാൻഡുകളുടെ സഹായത്തിലൂടെയാണ്. അടുത്തതായിട്ട് MS എക്സലിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സുകൾ ഏതൊരു MS എക്സൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കും അറിഞ്ഞിരിക്കണം. ഒന്ന് ആട്ടോസം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ഒരു കൂട്ടം ഫോർമുലകളുടെ ഒരു ലിസ്റ്റാണ്. മറ്റൊന്ന് ആട്ടോ ഫില്ലിംഗ് ആണ്. ഡേറ്റകൾ നമ്മൾക്ക് വേണ്ടുന്ന ഡേറ്റ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് കമാൻഡുകളുണ്ട്. നിരവധി ഷേപ്പുകളുടെ സഹായത്തിൽ നമ്മൾ തയ്യാറാക്കിയ ഡേറ്റകളെ കൂടുതൽ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന വിസാർഡുകൾ, ചില
പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ട് മേക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പോട് കൂടിയ ഇൻസ്ട്രക്ഷൻസ് അടക്കം ചെയ്ത ഒരു കൂട്ടം കമാൻഡുകളാണ് വിസാർഡുകൾ എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ചാർട്ടുകളുടെ സഹായത്തിലൂടെ നമ്മൾ തയ്യാറാക്കപ്പെട്ട ഡേറ്റകളെ വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അക്കൗണ്ട്സുകളോ അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ പ്രോജക്ട്സ് റിപ്പോർട്ട്സുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷൻസുകളെ പിവോട്ട് ടേബിളുകളാക്കി അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ടൂളാണ് പിന്നെ ഷോർട്ട് കട്ട് മെനുകൾ. ഇത്രയുമാണ് MS Excelൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഫീച്ചേഴ്സ്. എവിടെ നമ്മൾ MS Excel ഇപ്പോഴും മിക്കവാറുമുള്ള എല്ലാ ഓഫീസുകളിലും MS Excel എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് MS Excel മൈക്രോസോഫ്റ്റിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കൂടുതൽ MS Excelൻ്റെ പ്രവർത്തനത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ.